ഇപ്പോഴും മരുന്നുകളുമായി എന്റെ കൂടെ തന്നെ ഇരിക്കുന്നെന്താ? നീ മരുന്ന് കഴിക്കുന്നില്ല. എനിക്ക് അതിന് തക്ക സുഖേടുകളൊന്നുമില്ലല്ലോ. എന്നാലും ഉള്ള സുഖക്കേട് മാറട്ടെ. ഇതാ കഴിക്കൂ. രക്തം കുത്തിവെച്ചതിൽ പിന്നെ സുഖം തോന്നുന്നുണ്ടോ? എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ, ഒരു തളർച്ച അത്രമാത്രം. നിനക്ക് ബാബുവിനെയും കുമാരനെയും കാണാത്ത വിഷമമാണ്. ഏതൊരമ്മയ്ക്കും മക്കളെ കാണാത്തത് വിഷമമുണ്ടായിരിക്കില്ലേ? ഒന്ന് നിൽക്കണേ. ഈ അഡ്രസ്സുകാരൻ എവിടെയാണെന്ന് പറയാം? ഇത് തന്നെ വീട്. ഇവിടെ ആരുമില്ലേ? ആരാതെ? ബാബു താമസിക്കുന്ന ഇവിടെയല്ലേ? അതെ, അടുത്ത് വരൂ. ബാബു ഇവിടെ ഇല്ലേ? ഉടനെ വരൂ. ഇരുന്നാട്ടെ. പെട്രോൾ ബങ്കിൽ നിന്നും അഡ്രസ് എന്നനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ഇത് നിന്റെ വീടാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇത് വാടക വീടാണ്. അദ്ദേഹം ജോലി ചെയ്താണ് വാടക കൊടുക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഓഹോ, നിന്നെ അവൻ വിവാഹം കഴിച്ചു? ആ ഹോട്ടലിലെ ഡാൻസുകാരി പെണ്ണല്ലേ നീ? എന്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചു പോയതിനു ശേഷം എനിക്കും എന്റെ അമ്മയ്ക്കും ജീവിക്കാൻ വേണ്ടി എനിക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്തു. നൃത്തകലയാണ് എനിക്കറിയാവുന്ന തൊഴിൽ. അങ്ങ് മനസ്സിൽ കരുതുന്നത് പോലെ ഞാനൊരു ചീത്ത സ്ത്രീയല്ല. കാപ്പി കൊണ്ടുവരട്ടെ? വേണ്ട, നിന്റെ കാപ്പി കുടിക്കാനല്ല ഞാൻ വന്നത്. എന്റെ മകനെ വിളിച്ചുകൊണ്ടുപോകാനാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വേർപിരിക്കരുത്. ഞാൻ അദ്ദേഹത്തെ എന്റെ ജീവനേക്കാളും സ്നേഹിക്കുന്നു. അദ്ദേഹത്തെ എന്നിൽ നിന്നും വേർപ്പെടുത്തിയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞങ്ങളെ വേർപിരിക്കരുത്. എഴുന്നേൽക്ക്. എഴുന്നേൽക്ക. മല്ലികേ. ഓ അച്ഛൻ, നീ എന്തിനാടി കരയുന്നത്? ഈ മനുഷ്യൻ നിന്നെ വല്ലതും പറഞ്ഞ് വേദനിപ്പിച്ചു? ആ കലയിൽ അതിസമർത്ഥാണ് എന്റെ അച്ഛൻ. താങ്ക്സ് മൈ ബോയ്. അച്ഛൻ എന്ന് പറയാനുള്ള ഔദാര്യമെങ്കിലും. ഓ, അമേരിക്കൽ പെട്രോൾ അടിച്ചതിന്റെ ബില്ലും ബാക്കി പൈസയുമാണ്. കൃത്യമായി കണക്ക് സൂക്ഷിക്കുന്ന ആളല്ലേ. ഇത് വാങ്ങിക്കാൻ വന്നതായിരിക്കും. എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടും ഇതിൽ നിന്ന് ഒറ്റ പൈസ പോലും ഞാൻ ഇട്ടിട്ടില്ല. ഏത് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതും തെറ്റല്ല എന്ന് അച്ഛനെ പഠിപ്പിച്ചിട്ടില്ലേ? അതിന് നന്ദി. അച്ഛനോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്. വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണ്. ഞാനെന്താ മറ്റുള്ളവരെ താളത്തിന് കൊള്ളുന്ന പാവയാണ്? ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ ഇറങ്ങിപ്പോകാനും, കേറിച്ചെല്ലാൻ പറയുമ്പോൾ കേറിച്ചെല്ലാനും. അച്ഛന് പറയാനുള്ളത് ഒന്ന് കേൾക്കൂ. അവന് പറയാനുള്ളതെല്ലാം പറയട്ടെ മല്ലികേ. ബാബു, നീ വിചാരിക്കുന്ന പോലെ ഞാൻ വളരെ ഉറച്ച മനുഷ്യനാണ്. ഞാൻ ചീത്ത മനുഷ്യനോ ഹൃദയമില്ലാത്തവനോ ആയിരിക്കാം. പക്ഷേ നിന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദുർബലനാണ്. ഭാര്യ എന്ന നിലയിൽ എനിക്കും അമ്മ എന്ന നിലയിൽ നിനക്കും അവളെ നല്ലപോലെ അറിയാമല്ലോ. ലക്ഷ്മിക്ക് നിന്നെ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. ഇന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവൾക്കൊരിക്കലും നിന്നെ കാണാൻ സാധിച്ചില്ലെന്ന് വരും. എന്റെ അമ്മയ്ക്ക് എന്താണ്? ബ്ലഡ് ക്യാൻസർ. സ്വയം നിയന്ത്രിക്കൂ. മല്ലിയും കുട്ടി ഉടനെ വീട്ടിലേക്ക് പുറപ്പെടും. യാതൊരു കാരണവശാലും ലക്ഷ്മിക്ക് അവളുടെ സുഖക്കേടെന്ന് മനസ്സിലാവരുത്. നിങ്ങളുടെ ദുഃഖഭാവത്തിൽ നിന്ന് പോലും. നിന്റെ അച്ഛൻ ഇപ്പൊ പഴയ ആളല്ലടാ മോനെ, ആകെ തകർന്നിരിക്കുകയാണ്.
എന്നാലും നിങ്ങൾ അവിടെ വന്നാൽ ഞാൻ ആ പഴയ പരിക്കൻ മട്ടിലേ പെരുമാറൂ. എന്റെ സ്വഭാവമാറ്റം ലക്ഷ്മിക്ക് മനസ്സിലായാൽ അവളുടെ രോഗം ഗുരുതരമാണെന്ന് അവൾ സംശയിക്കും. നിങ്ങൾ രണ്ടുപേരും ഉടനെ പുറപ്പെടും. ലക്ഷ്മി, ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സമ്മാനം? ഇരിക്കൂ. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമ്മാനം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്മാനം എന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അതല്ല, മറ്റൊരു സമ്മാനം. ബാബു, അമ്മേ, മോനെ, ബാബു. ഞങ്ങൾ ക്ഷമിക്കൂ അമ്മേ. മോനെ, ഇതാരാ? അമ്മയുടെ അനുവാദം കൂടാതെ ഞാൻ അമ്മയ്ക്കൊരു മരുമകളെ കൊണ്ടുവന്നു. ഞങ്ങളോട് ക്ഷമിക്കണം. അമ്മയുടെ നിലയ്ക്കും വിലയ്ക്കും യോജിച്ച മരുമകളല്ല ഞാൻ. ഈ കുടുംബത്തിന്റെ സൽപ്പേര് ഞാൻ ഒരിക്കലും കളങ്കപ്പെടുത്തില്ല. സുഖമായിരിക്കും.